എവിടെ ഒന്നുകൂടെ വന്നേ തങ്കം. എന്താണ് എവിടെ ക്ലീറ്റസ്? എവിടെ എന്തുറ്റി? ക്ലീറ്റസ് എവിടെടാ? ക്ലീറ്റസ് അവിടെ എനിക്ക് അറിയണ്ട, രാവിലെ പോയതല്ലേ. ഇങ്ങോട്ട് വന്നില്ല പിന്നെ? ഏയ് രാവിലെ പോയല്ലോ. അപ്പൊ തങ്കട മുങ്ങിയവൻ മുങ്ങ്? എടാ അവൻ രാവിലെ രാധാകൃഷ്ണൻ അറിയാണ്ട് കാലിച്ചാക്ക് കൊടുക്കണതിന്റെ കൂട്ടത്തില് 4 ചാക്ക് അരിയും കടത്താൻ ശ്രമിച്ച് നാട്ടുകാരൊക്കെ കൂടി പിടിച്ചില്ലേ? എന്ത്? ആ എന്നിട്ടിപ്പോ റേഷൻ ഇൻസ്പെക്ടർ അവരൊക്കെ വന്നിട്ട് റേഷൻ കട അടച്ച് ശീലി വെച്ചു. രാധാകൃഷ്ണൻ പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞില്ല, ചാക്ക് കയറ്റി വിടാൻ ഞാൻ മറ്റേ ക്ലീറ്റസിനെ ഏൽപ്പിച്ച്, ക്ലീറ്റസ് ഞാൻ അറിയാണ്ട ചെയ്താന്ന് പറഞ്ഞു. ഇവരെല്ലാരും ക്ലീറ്റസിനെ നോക്കുമ്പോ അവനെ കാണാനില്ല, അവ അവിടുന്ന് മുങ്ങി. നീ രാധാകൃഷ്ണന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുക? എന്നിട്ട് അവൻ അവിടെ വന്നിട്ടില്ലേ? തന്നെ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് അല്ലേ. എടി തങ്കം, ഇനിയിപ്പൊ ഇവൻ ഈ വണ്ടി വലി ഒൽപ്പിച്ചിട്ട് ഇപ്പൊ അവനെവിടെ? തങ്കം ഇവിടെ വാ. ഒന്നും ഇങ്ങോട്ട് വാരി. അതെ അമ്മാവൻ എന്തോ പറയാണ്ട്, വേണോ കേട്ടോ. എന്താ മാവാ? എനിക്ക് പണിയുണ്ട്. നിങ്ങൾ ഈ രാവിലെ വിളിച്ച മനുഷ്യനെ എന്തെന്നാണ് മനുഷ്യന്? എന്താ മാവാ? ക്ലീറ്റ് രാവിലെ പോയല്ലോ റേഷൻ കടക്ക്. രാവിലെ പോയി, എന്നിട്ട് അവിടെ നിന്ന് മുങ്ങി. അവൻ ഇവിടെ വന്നോന്നായി ചോദിക്കണേ. മുങ്ങണ എന്തിനാ റേഷൻ കടയിൽ പോണ ആൾക്കാര്? എന്താ ചെയ്യാ എടി പോത്തെ, അവൻ റേഷൻ കടയിൽ രാധാകൃഷ്ണൻ അറിയാണ്ട് കാലിച്ചാക്ക് കൊടുക്കണതിന്റെ കൂട്ടത്തില് 4 ചാക്ക് അരി കടത്താൻ ശ്രമിച്ചു. നാട്ടുകാരെ എല്ലാവരും കൂടി പിടിച്ചു. റേഷൻ ഇൻസ്പെക്ടറൊക്കെ വന്നിട്ട് റേഷൻ കട സീല് വെച്ചു. പോലീസ് വന്നിട്ട് ഇപ്പൊ അവനെ അന്വേഷിക്കുമ്പോ അവനെ കാണാനില്ല. അവൻ ഇങ്ങോട്ട് പോകുന്നായി ചോദിക്കണേ. ഈ വേണ്ടാത്ത വണ്ടിയും പോലെ മുഴുവൻ ഉണ്ടാക്കിയത് അമ്മാവനാണ് അല്ലേ. ഞാൻ അതിന് അവനോട് ഈ മുതലാളി ചതിക്കാൻ പറഞ്ഞോ? നേരെ വേണം അവിടെ ജോലിക്ക് കാണില്ലേ പറഞ്ഞു. ക്ലീറ്റസിന്റെ സ്വഭാവം അമ്മാവൻ അറിയണ കാര്യമില്ലേ? അറിയില്ലേ? ഒന്ന് പോയി തിരക്കമ്മാവ, എനിക്ക് ആദ്യം. എവിടെ പോയി തിരക്കണേന്ന്? ഞാൻ ആ രാധാകൃഷ്ണന്റെ മുഖത്ത് എങ്ങനെ നോക്കി ഇവന്റെ ആ ഒരു ഒടുക്കത്തെ ശുഷ്കാന്തി കാണിക്കലുണ്ടായിരുന്നു. ഒരു കാര്യമില്ലാതെ എനിക്കത് കണ്ടപ്പോഴേ എനിക്ക് പേടി തോന്നിയത് എന്തെങ്കിലും പാർട്ടി ഓഫീസിൽ അവിടെ അന്വേഷിച്ചോണ്ടിരിക്കണ്ട. അവിടെയൊക്കെ ഞാൻ അവിടെ ചോദിച്ചപ്പോ എങ്ങോട്ട് മുങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നോന്ന് അറിയാനായി ചോദിച്ചു. ഒന്ന് വിളിച്ചു നോക്കടാ, നിന്റെ ഫോണൊന്നും എടുത്തിട്ടുണ്ടോടാ. എന്താടാ കഷ്ടം? അവനെ ഞാൻ വിളിച്ചോന്ന് വന്നോണ്ടിരിക്കുമ്പോ വിളിച്ചോണ്ടിരിക്കില്ല, അവന്റെ ഫോൺ എടുക്കണില്ല. തുറന്നു തന്നേ. ഇല്ലടി, ഞാൻ പറഞ്ഞതല്ലേ കാണില്ലാന്ന്. ഞാനിപ്പോ രാധാകൃഷ്ണനോട് എന്താ പറയാച്ചിട്ടായിരിക്കും. പോലീസ് പിടിക്കോ ക്ലീറ്റോനെ കണ്ടാല്? പിന്നില്ല, നാട്ടുകാർ തിന്നണ്ട അരി ആരെങ്കിലും കൊണ്ടൊന്ന് വിളിച്ചു പറയിപ്പിക്കടാ. എന്റെ അമ്മാവ, നായിന്റെ വാല് 12 കൊല്ലം കുടലിട്ടാൽ അത് വളഞ്ഞ് തന്നെ ഇരിക്കുള്ളൂ. ശരിയാ, കണ്ടാ എടുക്കണില്ല അവൻ. പോലീസിന്റെ കയ്യിലെങ്ങാനും കിട്ടി അതിനെ കൊല്ലത്. മിണ്ടാണ്ട് എന്നാ നീ എന്നോട് പറയണ്ട. ഞാൻ അവന്റെ ഒരു കാര്യത്തിന് ഞാൻ ഉണ്ടാവില്ല. ഞാൻ പോവുന്ന. നീ എവിടെ പോവും? പോലീസ് പിടിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാവാടാ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഏത് പോലീസ് സ്റ്റേഷനിൽ എവിടെ പോയി നോക്കാന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും കണ്ണിച്ചോരില്ല. എങ്ങനെ കണ്ണിച്ചോറുണ്ടാവുക? ഉത്തരവാദിത്തപ്പെട്ട ഒരു പണിയിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ എങ്ങനെ നാട്ടുകാരുടെ മുഖത്തോക്കടി? നാട്ടുകാരുടെ മുഖത്തോക്ക കണ്ണീര് ഉറക്കം നിൽക്കണം. പോയിക്കോടുന്നു. ഇല്ല, എനിക്ക് എന്നെ ക്ലീറ്റോനെ ഞാനെന്റെ കൊച്ചുകൂടെ എവിടെയും പോയി ചാവുന്നു. അതാ നല്ലത്, ജീവിച്ചിരിക്കണേ നല്ല. എവിടെയും പോയി ചാവ്. അതെവിടുന്നാ ക്ലീറ്റോന്റെ ഒച്ച കേട്ടെ? ക്ലീറ്റോ, ഞാൻ പറയണൊന്ന് കേൾക്കാം. നീ ഒന്നും പറയണ്ടാ. നീ പറയുന്ന മുഴുവൻ കള്ളാണ്, പച്ച കള്ളം. സത്യം എന്താ? ഞാൻ പറയുന്നൊന്ന് കേൾക്കളിയാ അളിയാ. ഞാൻ പറയണ വിശ്വസിക്കണം. അയാളുടെ കള്ളത്തിനും പിടിക്കാൻ വേണ്ടി ഞാനാണ് റേഷൻ ഇൻസ്പെക്ടറെ വിളിച്ചു പറഞ്ഞത്. സത്യം പറയാതിരിക്കണ്ടേ ക്ലീറ്റസേ. എന്റെ അളിയാ, ഞാൻ പറയണൊന്ന് വിശ്വസിക്കളിയാ. എങ്ങനെ വിശ്വസിക്കുന്നേ? അളിയാ, ഞാൻ രാവിലെ പോയി എന്തിനാണെന്നറിയാമോ? അരി കടത്താൻ. അതെ അളിയ, കുറേ നാളായിട്ട് ആ കടയിൽ ബാക്കി വരുന്ന അരി ഉണ്ടല്ലോ ആൾക്കാർക്ക് കൊടുക്കാനുള്ളത്, അത് ഇയാൾ കടത്തലുണ്ട്. അപ്പോൾ അത് എനിക്ക് കണ്ടുപിടിക്കണമെന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. ഇന്നലെയും കൂടി 4 ചാക്ക് ബാക്കി വന്നത് ഇയാൾ എഴുതി മാറ്റി വെക്കണ കണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പോയ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോഡ് വരുമല്ലോ. ഈ ലോഡ് കൊണ്ട് ഇറക്കുമ്പോൾ അവിടെ ഇരിക്കണ 4 ചാക്ക് കുറച്ചിട്ട് അവന്മാർ ഇറക്കും. അപ്പോൾ പിടിക്കാമെന്ന് വെച്ചതാ. പക്ഷെ പണി പറ്റിപ്പോയി. അരിയും ചാക്ക് എങ്ങനെ കടത്തണമെന്നറിയാമോ? അവിടെ പറഞ്ഞ 4 ചാക്ക് വെളിയിൽ കൊടുക്കുമല്ലോ, അതിൻ്റെ കൂട്ടത്തിലാണ് കയറ്റി വെച്ചേ. ഞാൻ അവിടെ ചെന്നപ്പോൾ
റേഷനിങ് ഇൻസ്പെക്ടറും എല്ലാം കൂടെ വന്ന് എന്നെ പിടിച്ചു. ഓ എന്താ അവന്റെ കള്ളത്തൊരു കഥ പറയലും. ഈ കഥ നാട്ടുകാർ വിശ്വസിക്കും, ഞാൻ വിശ്വസിക്കാതെ. അല്ല, നുണയാണ് ഈ പറയണത്. ഈ പറയണത് ഒരക്ഷരം എനിക്ക് മനസ്സിലായി. നോക്കിയൊക്കെ ഇവൻ അരി കടത്തുക, എന്നിട്ട് ഇവൻ വിളിച്ചു വരുത്തിയിട്ട് റേഷൻ ഇൻസ്പെക്ടർ കർത്താവിനാണ് തക്കളിമോളാണ് എന്റെ താങ്കം. അത് സത്യം പറയാലോ, അയാൾ വിളിച്ച് ചോദിച്ചോ പറഞ്ഞു അയക്കൊന്നും അറിയില്ല, ഞാൻ എല്ലാത്തിനും കാരണക്കാരൻ. എന്ത് സത്യസന്ധനാണ്, എന്ത് കള്ള കഥ അമ്മാവത്. ഈ മാരണം മുഴുവൻ ഉണ്ടാക്കിയത് അമ്മാവനല്ലേ അല്ലേ? അയാളെ അവിടെ പിടിച്ചിരുത്തിരിക്കുകയാണ്. ഇവനെ കിട്ടിയാൽ രണ്ടുപേരും കൂടിയിട്ട് പോലീസ് അങ്ങോട്ട് പോകും. കൊണ്ടോക്കോ എന്റെ കൊണ്ടോക്കോ. പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചേ. തങ്കം, വിളിക്കുന്നതിന് കൊണ്ടുപോകാൻ പറ. ഞാൻ എന്നെ തൊടരുത് നിങ്ങൾ. ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാര്യം എന്ത് തട്ടിയാണ് നീ അതേ ചെയ്യൂ. അതെ, സംശയം ഉണ്ടെങ്കിൽ എന്റെ പാർട്ടിയിലുള്ള നടരാജനെ അൻസാറിനെ വിളിച്ച് ചോദിച്ചു. ഞങ്ങൾ എല്ലാം കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്തത്. അപ്പൊ ഒരാളല്ല, എല്ലാരും കൂടിയിട്ടാണ് ഈ കടത്തല്. അല്ല, ഇയാൾ വിശ്വസിച്ച് ആക്കി കൊടുത്ത് ഇവന്റെ അണികളടക്കം വന്നിട്ട് പാവ രാധാകൃഷ്ണനെ പറ്റിക്കാൻ വേണ്ടിട്ട്. അല്ലെന്ന് അയാളുടെ കരിഞ്ഞത്ത് നമ്മൾ പോലീസിന് ആൾക്കാരൊക്കെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതാ. ക്ലീറ്റസ് അല്ലേ ആള്? കാശ് എവിടെ കിടന്ന അത് കമണ്ണിട്ട് നക്കും. എടാ നിന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, കുടിക്കണ കഞ്ഞിയിൽ വിശ്വസിക്കാൻ പറ്റില്ല. നിന്നെ ഈ പണി ഏൽപ്പിച്ച എന്നെ വേണം പറയാൻ. സത്യം അളിയ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. സത്യം തങ്കം, നമ്മുടെ തക്കളിമോളാണ് സത്യവടി. എന്റെ കൊച്ചിനെ വിളിച്ച് സത്യം ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. അളിയ അളിയ വിശ്വസിക്കളിയാ ഞാൻ പറഞ്ഞു. അമ്മാവ കഷ്ടമാണ് കർത്താവേ. ക്ലീറ്റസ് ഇപ്പൊ എന്ത് ചെയ്താലും ആരും ഒന്നും വിശ്വസിക്കണ്ട. നീ കാണുന്നുണ്ടല്ലോ സത്യം എന്താണെന്നുള്ളത്.